ഹായ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിന്റെ കല്യാണത്തിലെ വിശേഷങ്ങളൊക്കെയാണ്. ഇന്നത്തെ ഈ വീഡിയോയിലും അതേ കണക്ക് തന്നെ ആ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അഞ്ചാറ് ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണം ഇവിടുത്തെ ആരുടെ എന്നൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലും കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണാം നോർത്ത് ഇന്ത്യൻ കല്യാണത്തിന്റെ വിശേഷങ്ങൾ. भाभी ने हमारा नहीं लिया। आपका नहीं, मैं आया नहीं ना। हाँ अभी आया, नहीं आया। सगळ्यांनी मेहंदी काढली ना की मग 28ला मी थोडा भरला की मला हात असं किंवा मग तुमचं करतात सगळे जागृत बहिणीचं काढलं होतं तिच्या मध्ये आणि बाजूने आम्ही हात घेऊन ഹായ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിൻ്റെ മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിരുന്നു. ഇന്നത്തെ ദിവസം ശവാസിനി എന്ന് പറയും. അതിന് നമ്മളെ വിളിച്ചിട്ട് അവർ ഭക്ഷണം തരും. അതായത് സുമംഗലികളെ വിളിച്ചിട്ട് ഭക്ഷണം തരും. ഇവിടെ സിന്ദൂരം ഇട്ടിരുന്നു, സിന്ദൂരം വാരിയിട്ടേക്കുന്ന സിന്ദൂരം ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാംഗിൾസ് ഇട്ട് തരും. ഒരാളിങ്ങനെ ഇരുന്നിട്ട് ബാംഗിൾസ് ഇട്ട് തരും. അതിൻ്റെ ദിവസമായിരുന്നു. ഞാൻ ഇത്ര ബാംഗിൾസ് ഇട്ടുള്ളൂ. എത്ര ബാംഗിൾസ് മീൻസ് ഇത് ഈ കയ്യിലിട്ട് രണ്ട് കയ്യിലിട്ടു. ഓരോരുത്തരാണെന്നുണ്ടെങ്കിൽ കൈ നിറച്ച് ബാംഗിൾസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും വേണ്ട, എനിക്ക് കുറച്ച് മതിയാൽ മതി എന്ന് പറഞ്ഞു. എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് തരും. ഓരോരുത്തർ ഇവിടെ തൊട്ട് ഇവിടെ വരെ ബാംഗിൾസ് ഇടുമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും വേണ്ട. ഞങ്ങളുടെ അന്നേരം അവര് ചോദിക്കുക, ഭാവി നിങ്ങൾ ഇങ്ങനെ ഉള്ളത് ഇടുവോന്ന്. ഞാൻ പറയാം ഞങ്ങളിങ്ങനെ ബാംഗിൾസ് ഇങ്ങനെയുള്ളതായിട്ട് ഇടുന്നത്, സ്വർണത്തിന്റെ ഇടുന്നതെന്ന് പറഞ്ഞു. ഇതേ കണക്ക് കല്യാണത്തിന് നമ്മള് കല്യാണത്തിന് ഇതേ കണക്ക് സ്വർണത്തിന്റെ അല്ലേ കൈ മൊത്തം വളയിടുന്നത്. ഇവിടെ എല്ലാവരും ഇതണക്കുള്ള പച്ച കളറിലെ കുപ്പികളാണ്. പച്ച കളറിലെ പ്ലെയിൻ കളറിലെ ഉണ്ട്, അല്ലാതുള്ള ഇങ്ങനെ ഡിസൈൻ ആയിട്ടുള്ളതും ഉണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് പ്ലെയിൻ ആയിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് ഉള്ളവരെല്ലാവരും പച്ച കളറിടും, ഭർത്താവ് ഇല്ലാത്തവര് ചുമന്ന കളറിടും. അങ്ങനെയൊക്കെ ഉള്ളവരെ ഇത് ഇടും. ചുമന്ന കളറും ഉണ്ട്, അത് ഹസ്ബൻഡ് ഇല്ലാത്തവരിടുന്നതാണ്. ഹസ്ബൻഡ് ഉള്ളവരിടുന്നത് പച്ച കളറിലുള്ള വളയിടുന്നത്. അപ്പോൾ നമ്മള് അങ്ങനെയുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ വളയിട്ട് അതൊക്കെ ഞാൻ കാണിച്ചത്. അപ്പൊ അങ്ങനെയായിരുന്നു ഇന്നത്തെ കല്യാണത്തിന്റെ ഇന്നത്തെ ഫംഗ്ഷൻ. നല്ല രസമുണ്ട്, കൊള്ളാല്ലേ? അമ്മയ്ക്കും അത്ര ഇട്ടുകൂടായിരുന്നു. വൃത്തികേടാ, എനിക്ക് മനസ്സുണ്ടായിരുന്നു ഇടണമെന്ന്. വേണ്ട. അങ്ങനെ ഭക്ഷണവും കഴിച്ച് അങ്ങനെ ഭക്ഷണവും കഴിച്ച് ധനുഷ് ഞാൻ വടാപ്പാവ് കൊണ്ട് കൊടുത്ത്. അത് അഥർവയുടെ അമ്മ എടുത്തു തന്നെ ധനുഷ് കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട്. ടീച്ചർ ആൻറ്റി പറഞ്ഞതാ 3-4 എടുത്തുണ്ട്. അപ്പൊ അഥർവയുടെ അമ്മ ഇങ്ങനെ എടുത്തു തന്നത്, ധനുഷ് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് എടുത്തു തന്നത്. അങ്ങനെ ധനുഷിന് ഞാൻ വടാപ്പാവും കൊണ്ട് കൊടുത്തു. ഞാൻ അവിടുന്ന് അല്ലാത്ത ഭക്ഷണം കഴിച്ചു. അവിടുന്ന് പൂരംപോളി ഉണ്ടായിരുന്നു. നിനക്ക് പൂരംപോളി വേണമായിരുന്നോ? എനിക്ക് എത്ര ഇഷ്ടം അത്. നീ ഇപ്പൊ മേലത്തവർ കൊണ്ട് തന്നാ കഴിക്കത്തൊന്നും ഇല്ലായിരുന്നല്ലോ. അവരൊന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു പൂരംപോളി വേണമെങ്കിൽ ധനുഷിന് കൊണ്ട് കൊടുക്കാൻ. ഞാൻ ധനുഷിന് പൂരംപോളി അത്ര ഇഷ്ടമല്ല. അങ്ങനെ വടാപ്പാവ് എടുത്തു. സാരമില്ല. അപ്പൊ കല്യാണം 30-ാം തീയതിയാണ്. 30-ാം തീയതി കല്യാണ ലെറ്റർ കാണിച്ചു തരട്ടെ. നമ്മുടെ കല്യാണ ലെറ്ററിനെ കാട്ടി ഒരുപാട് വ്യത്യാസമുള്ള ലെറ്ററാണ്. അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഉള്ള കല്യാണ ലെറ്റർ ആണെങ്കിൽ വേറൊരു കല്യാണം, നമ്മളെ മലയാളീസിന്റെ ഒരു കല്യാണ ലെറ്റർ വേണ്ട അവിടെ ഇരിപ്പുണ്ടല്ലേ, ഇതും കൂടെ കമ്പാരിസൺ ചെയ്ത് നോക്ക്. ഇതെവിടെയെങ്കിലും വെച്ചിട്ട് കാണിച്ചു തരേ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ആരുടെ കല്യാണ എഴുത്ത്. ഇങ്ങനെ മഞ്ഞളും കുങ്കുമവും ഒക്കെ ഇടും. നമ്മൾ ഒരു ലെറ്ററിൽ മാത്രമല്ലേ മഞ്ഞളും കുങ്കുമവും ഇടത്തുള്ളൂ. പക്ഷെ ഇവരെല്ലാ ലെറ്ററിലും മഞ്ഞളും കുങ്കുമവും ഒക്കെ ഇടും. എന്നിട്ട് ഇങ്ങനെ തുറക്കുക. ഇത് കണക്കുള്ള കല്യാണ ലെറ്ററൊക്കെ തന്നെയാണ് നമ്മുടെ കാണാനായിട്ട്. പക്ഷേ അകത്തെ മാറ്റർ എഴുതിയേക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം എന്തോന്നറിയാമോ? ഇവരുടെ റിലേറ്റീവ്സിന്റെ പേരാണ്. ഈ മാമൻ, മാമി, അത്യ, കുഞ്ഞമ്മ, ചിറ്റപ്പൻ, വല്യച്ഛൻ, വല്യമ്മ എന്ന് വേണ്ട സകല ബന്ധുക്കളുടെയും പേര് ഈ ലെറ്ററിനകത്ത് ഉണ്ടാവും. പക്ഷെ നമ്മുടെ കല്യാണ എഴുത്തിനകത്ത് അങ്ങനെ അത് ഉണ്ടാവില്ല. കണ്ട,
ഇത്രയും ആൾക്കാരുടെ പേര്. ഇത് പക്ഷേ കുറച്ച് ആൾക്കാരുടെ പേരേ ഉള്ളൂ. ചില കല്യാണ ലെറ്ററിനകത്ത് കാണണം നമുക്ക് ഒരു എക്സ്ട്രാ പേജ് തന്നെ കൊടുക്കും, അതിനകത്ത് മുഴുവൻ അവരുടെ ബന്ധുക്കളുടെ പേരായിരിക്കും. ഇവിടെ ഉണ്ടല്ലോ കല്യാണ ലെറ്ററിനകത്ത് ആരുടെയെങ്കിലും പേര് എഴുതാതിരുന്നാൽ അവർ പിന്നെ പരാതി പറയും. ഓ നിങ്ങളുടെ ലെറ്ററിനകത്ത് എൻ്റെ കല്യാണത്തിൻ്റെ പേര് എഴുതിയിട്ടില്ലായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരാതി പറയും. അതുകൊണ്ട് സകല ആൾക്കാർക്കും ഇങ്ങനെ കല്യാണത്തിൻ്റെ ഇങ്ങനെ ലെറ്ററിനകത്ത് ബന്ധുക്കളുടെ എല്ലാവരുടെയും പേര് എഴുതി വയ്ക്കും. അതാണ് ഇവിടുത്തെ നമ്മൾ അവരുടെ ബന്ധുവാണോ? എടാ അവരുടെ ബന്ധുക്കളെ ഇവിടെ നമ്മൾ ഓരോന്ന് ആൾക്കാരിന്റെ ബന്ധുക്കളായിട്ടല്ലേ നിൽക്കുന്നത്. ബന്ധുക്കൾ തന്നെ, പക്ഷെ അങ്ങനല്ല ബന്ധക്കാരുടെ പേര് എഴുതുന്നത്. കാണാൻ പുറത്ത് കാണാനായിട്ടൊക്കെ നമ്മുടെ ലെറ്ററിന്റെ കണക്കൊക്കെ തന്നെയാ. ഇവിടെ ഒരു ഗണപതിയുടെ മൂർത്തി ഇങ്ങനെ നല്ല അല്ല ഗണപതിയുടെ പടം. ബാക്കിയൊക്കെ കാണാനായിട്ടൊക്കെ നമ്മുടെ ലെറ്ററും ഈ ലെറ്ററും ഒക്കെ ഒരേ കണക്കാം, പക്ഷെ അകത്ത് എഴുതുന്ന മാറ്ററാണ് വ്യത്യാസം. നമ്മുടെ ലെറ്ററിനകത്ത് എന്താ എഴുതുന്ന ചെറുക്കൻ്റെ വീട്ടിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര്, പെണ്ണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര്, പെണ്ണിൻ്റെ വീട്, ചെറുക്കൻ്റെ വീട്, കല്യാണം എവിടെ വെച്ചാൽ നടക്കുന്നതെന്ന്, മുഹൂർത്ത സമയം, റിസപ്ഷൻ ഉണ്ടെങ്കിൽ റിസപ്ഷൻ, ഇത്രയേ ഉണ്ടാവത്തുള്ളൂ. പോകുന്ന സമയം വരുന്ന സമയം അതെല്ലാം ഇതിനകത്തുണ്ട്. കല്യാണം എവിടെ വെച്ചാൽ നടക്കുന്നതെന്നുണ്ട്, പെണ്ണിന്റെയും ചെറുക്കന്റെയും പേരുണ്ട്, അതെല്ലാം ഇതിനകത്തുണ്ട്. നമ്മുടെ ലെറ്ററിനകത്ത് ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ ലെറ്ററിനകത്ത് ഇങ്ങനെ ബന്ധുക്കളുടെ പേര് എഴുതുവോ? ഇല്ല. ആ ഒരു മലയാളം ലെറ്ററുടെ ആ കല്യാണം ഡിസംബറിൽ എന്നാണോ എന്നൊക്കെ നോക്കിയതുമില്ല. അത് എവിടെ വെച്ചാൽ കല്യാണം എന്നറിയാമോ? പക്ഷെ ഇവരുടെ കല്യാണം ഉച്ചയ്ക്കാ. അവരുടെ മലയാളീസ് ആയാലും അവർ UP ആ, ചെറുക്കൻ UP പെണ്ണ് മലയാളിയാ. അവരുടെ കല്യാണം രാത്രിയില്ല. അതിന് പോണോ എനിക്ക്. അമ്പലത്തിൽ വരുന്ന ഒരു ആന്റിയുടെ ഇവരുടെ UP ആ, ചെറുക്കൻ UP കാരനാ. അതുകൊണ്ട് അവർക്കടെ കല്യാണം രാത്രിയില്ല. അതിന് പോണം, ആ കല്യാണത്തിന് പോണം. നമ്മള് വയ്ക്കത്തില്ല, നമ്മളെ പകലേ ഉള്ളു കല്യാണം. ഇവിടുത്തെ ആരൊക്കെ രാത്രിയല്ലേ കല്യാണം വയ്ക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് അച്ഛൻ്റെ ഹോട്ടലിൽ ഇരിക്കുന്ന ഗോഡയും അവരുടെ കല്യാണത്തിന്റെ ഡെക്കറേഷൻ സൂപ്പറായിരുന്നു. അവിടെ ഇറങ്ങി ഇച്ചിരി ഒന്ന് വീഡിയോ എടുക്കാനല്ലേ ആയിരുന്നല്ലേ? നല്ല ഡെക്കറേഷനായിരുന്നു. അതായത് ഹോട്ടലിൽ വെച്ചിട്ടുള്ള ഇവിടുത്തെ കല്യാണത്തിൻ്റെ ഡെക്കറേഷൻ സൂപ്പറാ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കല്യാണത്തിൻ്റെ ഡെക്കറേഷനൊക്കെ സൂപ്പറാണ്, എന്നാലും അതിനെയും കാട്ടി സൂപ്പറാ ഇവിടുത്തെ ഹൽദിയുടെയും കല്യാണത്തിൻ്റെയൊക്കെ ഡെക്കറേഷൻ. ഞാൻ ഇവരുടെ കല്യാണത്തിന്റെ ഡെക്കറേഷൻ കാണിച്ചു തരാം. അത് ലാവൻഡറും, ഇപ്പൊ ലാവൻഡർ കളർ ഭയങ്കര ഇതാ. എവിടെ പോലും ഇപ്പൊ ലാവൻഡർ കളർ, ലാവൻഡറും വൈറ്റിന്റെ കോമ്പിനേഷൻ. അപ്പോൾ ഇന്ന് മഞ്ഞൾ പൊടിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും വിട്ടൽ ഭഗവാന്റെ മൂർത്തി വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത്. വിട്ടൽ ഭഗവാന്റെ മൂർത്തി വെച്ചിട്ടുണ്ട്, പിന്നെ അമ്മിക്കല്ല് വെച്ചിട്ടുണ്ട്. അമ്മിക്കല്ലിനും ഇടികല്ലിനും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട് ഇവരുടെ കല്യാണത്തിൻ്റെ മുന്നേക്കുള്ള ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഈ അമ്മിക്കല്ലും ഇടികല്ലും ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട രണ്ട് സ്ത്രീകൾ നിന്നിട്ട് ഇടിക്കുന്നത്, ഇതൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഉരൽ എന്ന് പറയും, കേട്ടിട്ടുണ്ടാവില്ലേ ആൾക്കാർ? പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, പക്ഷേ ഇപ്പോൾ ഉള്ളവർക്കൊക്കെ അറിയാമോ എന്തോ. ഞാൻ ഇടിച്ചിട്ടുണ്ട്. ഉരൽ, ഒലക്ക. കുഞ്ഞായിരുന്നപ്പം, ചെറുതായിരുന്നപ്പം. അപ്പം നമ്മളെ കൊണ്ട് ആ ഒലക്കൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാലും നമ്മൾ ഇവരിങ്ങനെ ഇടിക്കുന്നതൊക്കെ, ആൾക്കാരെ ഇടിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട്. അപ്പോൾ ഇതിപ്പോൾ മഞ്ഞൾ ഇട്ടിട്ട് പൊടിക്കുവാണ്. ഈ സാധനവും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, പണ്ടത്തെ വീട്ടിലൊക്കെ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ സാധനം കിടപ്പുണ്ട്. ഇതിങ്ങനെ അരയ്ക്കുന്നതായിരുന്നു പണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും അരച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു സാധനം ഉണ്ട്, വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഇത് പൊടിക്കാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കും, എന്നിട്ട് പൊടിക്കും. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്ന വീട്ടുകാരുണ്ട്. ഇതിനകത്തേക്ക് അരി, പിന്നെ ഗോതമ്പ്, പിന്നെ മഞ്ഞൾ, ഇതൊക്കെ ഇട്ടിട്ട് പൊടിക്കുന്ന വീട്ടുകാർ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ ചിലവരുടെയൊക്കെ വീടുകളിൽ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ഇതിനകത്തിട്ടിട്ട് ഇങ്ങനെ പൊടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇതിങ്ങനെ കാണാനും ഇത് ചെയ്യാനുമായിട്ടൊക്കെ. കാരണം നമ്മളിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഞാനതങ്ങനെ കറക്കിയപ്പോഴത്തേനും അതിങ്ങനെ തെന്നി മാറി മാറി പോകുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു യഥത്തിന് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കണ്ടോ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുണ്ട്. പക്ഷെ ഞാനും ചെയ്തു കേട്ടോ. അതായത് ഇതൊക്കെ ഒരു കല്യാണത്തിന് മുന്നേ ഉള്ള ഒരു എന്താ പറയുന്നത്, രീതി റിവാജ് എന്ന് പറയും. അതായത് ഒരു എന്താ പറയുന്നത്, ഒരു ഐതിഹ്യം അവരുടെയൊക്കെ ഒരു അനുഷ്ഠാനം, അങ്ങനെ പറയണമെങ്കിൽ പറയാം. അതിന് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ചെയ്യുവാണ്. ഇരുന്ന് ഞാൻ ചെയ്യുന്നത് കണ്ടോ. ഇന്ന് എല്ലാവരും മിക്കവാറുള്ളവരെല്ലാം സാരിയാണ് ഉടുത്തിട്ട് വന്നത്. അതുകൊണ്ട് ഞാനും സാരി ഉടുത്തിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ എന്നെ കൊണ്ട് അത് കറക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവർ കാണിച്ചു തരുമായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാനും അതനുസരിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ചെയ്തു.
നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒക്കെ കൂടി ഇരുന്നിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് നല്ല രസമുണ്ട്. ഇതും പാട്ടൊക്കെ പാടിയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് ചെയ്യുമ്പോൾ ഈ തലയിൽ പൂ വെച്ചിട്ടിരിക്കുന്നുണ്ടോ, അതാണ് പെൺകുട്ടിയുടെ അമ്മ. ഈ ഒരു പിങ്കും ബ്ലൂ കളറിൻ്റെ സാരി ഉടുത്തേക്കുന്നുണ്ടോ, അത് അവരുടെ വീട്ടിലാണ് കല്യാണം നടക്കുന്നത്. നമുക്ക് ആ കല്യാണം നടക്കുന്ന വീടൊന്ന് കാണാം. ഇതാണ് കല്യാണം നടക്കുന്ന വീട്. ഇവിടുത്തെ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെയുള്ള റോസാണ്. ലൈറ്റൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ കല്യാണം ഇവിടെ വെച്ചിട്ടില്ല, കല്യാണം വേറൊരു ഗാർഡനിൽ വെച്ചിട്ടാണ്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ളത് കണക്ക് ഓഡിറ്റോറിയം ഒന്നുമല്ല. ഇവരൊക്കെ കല്യാണങ്ങളൊക്കെ നടത്തുന്നത് വലിയ ഹാളുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഗാർഡൻ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് ഇവിടെയൊക്കെ ഉള്ളവർ കല്യാണം നടത്തുന്നത്. ഇത് വീടവരുടെ വീട്ടിലായിരുന്നു കല്യാണത്തിന് മുന്നേ ഉള്ള ഫംഗ്ഷനൊക്കെ. അതായത് ഹൽദിയുടെ പ്രോഗ്രാം, സംഗീതിൻ്റെ പ്രോഗ്രാം, ഇതൊക്കെ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അവരുടെ വീട്ടിൽ നല്ലതുപോലെ സ്ഥലമുണ്ട്. അതായത് റോ ഹൗസ് അല്ലേ, അപ്പം താഴെ നല്ലതുപോലെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ലവണ്ണം ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടാണ് ഇവരുടെ കല്യാണത്തിന് മുന്നേ ഉള്ള ഫംഗ്ഷനൊക്കെ. ഹായ്, അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് വരുവാണ്. ഇന്ന് കല്യാണ വീട്ടിൽ ഇന്നത്തെ പ്രോഗ്രാം ഹൽദി പൊടിക്കുന്ന പ്രോഗ്രാം ആയിരുന്നു. അതായത് മഞ്ഞൾ പൊടിക്കുന്നത്. ഈ മഞ്ഞൾ പൊടിക്കുന്നത് ഇങ്ങനെ പൊട്ടിക്കുന്ന ദിവസം ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മഞ്ഞൾ പൗഡറാക്കുന്ന ദിവസമാണ്. അതും ഇങ്ങനെ നമ്മളെ പണ്ടത്തെ ഇങ്ങനെ കറക്കുന്ന ഒരു കല്ലില്ലേ, അതിനകത്തിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇനി ഈ മഞ്ഞളാണ് ഹൽദിയുടെ അന്ന് ചെറുക്കനും പെണ്ണിനും ഒക്കെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ തേക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഹൽദി എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി മേടിച്ച് കുറച്ച് കലക്കിയിട്ട് ദേഹത്തൊക്കെ തേക്കും, അങ്ങനെയല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മഞ്ഞൾ പൊട്ടിക്കുന്നതിന് ഒരു പൂജയൊക്കെ ചെയ്തിട്ട് ഫംഗ്ഷനാക്കി വെക്കും. എന്നിട്ട് അത് പൊടിക്കുന്നതിനും ഒരു ഫംഗ്ഷനായിട്ട് വെക്കും. അതായത് കല്യാണം 30-ാം തീയതിയാണ്. 30-ാം തീയതി എന്ന് പറയുമ്പോൾ സൺഡേയിലാണ് കല്യാണം. അപ്പം ഇന്നിപ്പോൾ ദിവസം ബുധനാഴ്ച. അപ്പം ഇന്ന് മഞ്ഞൾ പൊടിച്ചു. ഇനി നാളെ മറ്റന്നാളും കണ്ട നാളെ മറ്റന്നാളല്ല, ഫ്രൈഡേ ആണെന്ന് തോന്നുന്നുണ്ട് മൈലാഞ്ചി ഇടുന്ന ദിവസം, മെഹന്തി ഇടുന്ന ദിവസം. അന്ന് ഇനി എല്ലാവർക്കും മെഹന്തി ഇടണമെന്ന് പറയുന്നിട്ട് ഞങ്ങളവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ. ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു. സൊസൈറ്റിയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും ഇത്രയും പേര് എല്ലാ കാര്യത്തിനും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ കയറി പോരുന്നു. ധനുഷ് ട്യൂഷൻ കഴിഞ്ഞിട്ട് വരാറായി, വൈകുന്നേരമായപ്പോൾ സമയം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറി പോരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ചുരിദാർ ഇട്ടുകൊണ്ടാണ് പോയത്. അപ്പോൾ എല്ലാവരും സാരി ഉടുത്തുകൊണ്ടാവുന്നത്. അതുകൊണ്ട് ഞാനിന്ന് സാരി ഉടുത്തുകൊണ്ടാണ് പോയത്. കണ്ടാ, പക്ഷെ മെഹന്തിയുടെ ഇടാൻ പറ്റിയ സാരിയായിരുന്നു തോന്നുന്നത് അല്ലേ. ഒരു മെഹന്തി കളറിലുള്ള സാരിയായിരുന്നു. ഇനി ഭക്ഷണം ഉണ്ടാക്കട്ടെ. ധനുഷ് ട്യൂഷനിൽ നിന്ന് വരാറായിട്ടുണ്ട്. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കണക്കൊക്കെ. ഇതിപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നത്തെ ദിവസമാണ്. തലേന്നാണ് അവർ ഹൽദിയുടെ ഫംഗ്ഷൻ വെച്ചിരുന്നത്. അപ്പോൾ പെൺകുട്ടി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് ഹൽദിക്ക് ഇവിടെയൊക്കെ ഒരുങ്ങുന്നത്. കണ്ട, നമ്മുടെ ഒരുക്കമൊക്കെ വേറൊരു രീതിയിലല്ലേ. ഇവരുടെ മറാഠി സ്റ്റൈലിൽ ഒരുങ്ങുന്നത് ഇങ്ങനെയാണ്. ഇനി എല്ലാവരും ചെന്നിട്ട് ഹൽദി ഇട്ട് കൊടുക്കും, അതായത് മഞ്ഞൾ ഇട്ട് കൊടുക്കും. ഇപ്പോൾ പയ്യൻ വരത്തില്ല. ഇന്ന് ഹൽദിയുടെ പ്രോഗ്രാമും ഉണ്ട്, അതേ കണക്ക് തന്നെ സംഗീതിൻ്റെ പ്രോഗ്രാമും ഉണ്ട്. അപ്പോൾ ആദ്യം ഹൽദി പ്രോഗ്രാമാണ്. അപ്പം എന്താണെന്ന് അറിയത്തില്ല. പെൺകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾ ശനിയാഴ്ച, അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങണേ. നമ്മൾ പാട്ടകിൻ്റെ അവിടെ നിൽക്കുവാണ്. തുറന്നില്ലടാ, വണ്ടി മുന്നോട്ട് എടുക്കണ്ടേ? ചുമ്മാ എടുക്കുക. തുറക്കുന്നോ നോക്കിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവുക. ഇന്ന് ശനിയാഴ്ച അമ്പലത്തിൽ വിളക്കുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെൺകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അത് നാളെ കല്യാണമല്ലേ, അതുകൊണ്ടായിരിക്കും. ഇനി നമുക്ക് കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഞാനപ്പം ഇന്നലത്തെ മെനങ്ങാനത്തെയൊക്കെ വീഡിയോയിൽ ഒരു ഹൽദിയുടെയും സംഗീതിൻ്റെയും ഒക്കെ ഒരു ഫംഗ്ഷൻ്റെയൊക്കെ വീഡിയോ കാണിച്ചില്ലേ. അപ്പോൾ അതിൻ്റെ കല്യാണം എന്നാണ്. അപ്പോൾ കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. സാരിയൊക്കെ ഉടുത്തിട്ട് റെഡിയായി നിൽക്കും. ഇവിടെയൊക്കെ ഉള്ളവർ എന്ത് ഫംഗ്ഷനായാലും സാരി ഉടുക്കുന്നത്. അതുകൊണ്ട് ഞാനും സാരി തന്നെ ഉടുത്തത്. അപ്പോൾ സാരിയൊക്കെ ഉടുത്തിട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാണ്. ഇന്നലെയായിരുന്നു സംഗീതിൻ്റെ ഫംഗ്ഷൻ. സംഗീതിൽ ഞാൻ ഹൽദിയും സംഗീതവും ഉണ്ടായിരുന്നു. ഹൽദിയുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. സംഗീത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല. DJയും ഭയങ്കര ബഹളമായിരുന്നു. അതുപോലെ എനിക്ക് ഇന്നലെ അമ്പലത്തിലും പോകണമായിരുന്നു. ഇന്നലെ ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ അമ്പലത്തിലും പ്രോഗ്രാം ഉണ്ടായിരുന്നു, വിളക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ വിളക്ക് എത്തിക്കാനൊക്കെ പോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹൽദിക്ക് പോയത്. അപ്പോൾ ഹൽദിയുടെയൊക്കെ ഫോട്ടോസും ഉണ്ട്, അത് ഞാൻ ഇതിനകത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കല്യാണ സ്ഥലത്ത് നിന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ കല്യാണം നടക്കുന്ന സ്ഥലത്തെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും കല്യാണമൊക്കെ കഴിഞ്ഞു ഗൈസ്. ഞാൻ നേരം വിളക്കുന്നതിന് മുന്നേ ഒരുങ്ങി നിന്നതാ. അപ്പോൾ നമ്മുടെ വീടിന് കുറച്ച് ദൂരമുണ്ട് കല്യാണത്തിന്. അപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള ഞങ്ങളൊരു ഗ്രൂപ്പ് ആൾക്കാർ കൂടിയിട്ടാണ് ഇവിടെ കല്യാണത്തിനായിട്ട് വന്നത്.
എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ വരാനായിട്ട് അറിയത്തില്ല. അപ്പോൾ എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കൂടെ ഒരുക്കി എല്ലാവരും കൂടെ ഒരുങ്ങി ഒക്കെ വന്നപ്പോഴത്തേന് കുറച്ച് ലേറ്റായിപ്പോയി. പക്ഷെ ധനുഷ് നേരത്തെ വന്നു. അവരുടെ ധനുഷുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ നേരത്തെ വന്നു. പക്ഷെ അവൻ കല്യാണമൊക്കെ കണ്ടു. ഞങ്ങൾ കല്യാണമൊന്നും കണ്ടില്ല. ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടെ ഇവിടെ വന്നപ്പോഴത്തേന് കല്യാണം കഴിഞ്ഞത്. ഇതാ പെൺകുട്ടി ഒരുങ്ങിയിരിക്കുന്നുണ്ടാ. ഹായ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ദേ ഞങ്ങൾ വീട്ടിലെത്തി. ഒരബദ്ധം പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം, കല്യാണമൊക്കെ ഇവിടെ ഉള്ള കല്യാണമൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവരെയൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ച് പോകണമെന്ന് വിചാരിച്ച് നേരത്തെ ഒരുങ്ങിയതായിരുന്നു. അപ്പോൾ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചേറെ ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഒരാളുടെ വണ്ടിയിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അവിടെ എത്തിയപ്പോഴത്തേന് കല്യാണമെല്ലാം കഴിഞ്ഞു. അപ്പൊ അതൊന്നും കാണാൻ പറ്റിയില്ല. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഇതൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നും അല്ല ഇവിടുത്തെ കല്യാണം. ഇങ്ങനെ പെണ്ണും ചെറുക്കനും കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് അത് അവർ രാവിലെ തന്നെ തുടങ്ങും ഇങ്ങനെ പൂജകളും മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞ് ആയിട്ട്. അതൊന്നും ആരും കാണാനൊന്നും നിൽക്കത്തില്ല. കുറേയേറെ സമയം കല്യാണം നീണ്ടു നിൽക്കും. മന്ത്രങ്ങൾ പണ്ഡിജി ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കല്യാണമാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ സെഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ റിസപ്ഷൻ, അങ്ങനെയാണ്. അത് അവിടെ വെച്ചിട്ട് തന്നെയാണ്, ആ കല്യാണം നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ആയിരിക്കും മിക്കവാറും റിസപ്ഷൻ. അങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ കല്യാണം. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേനും എല്ലാവരുടെയും ഫോട്ടോ സെഷനൊക്കെ നടക്കുവാണ്. അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു ഗൈസ്. അതുകൊണ്ട് കല്യാണത്തിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്താ ഷൂട്ട് ചെയ്യുന്നത്? പിന്നെ എൻ്റെ മൂഡ് ആകെ ഓഫായി. ഞാൻ വലിയ ഇഷ്ടപ്പെട്ട് കല്യാണം മൊത്തത്തിൽ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു വലിയ ആഗ്രഹത്തിരുന്നതാ. എല്ലാം പനിയായി. അങ്ങനെ അതുകൊണ്ട് കല്യാണം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ധനുഷിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നേരത്തെ പോയായിരുന്നു. എന്നാൽ അവൻ്റെ കയ്യിൽ ഞാൻ മൊബൈൽ കൊടുത്തു വിടാനും മറന്നുപോയി. ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ കല്യാണം ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരുടെ പോയിട്ട് അവിടെ കുറച്ചേരം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ കഴിച്ചിട്ട് തിരിച്ചു വീട്ടിൽ വന്നു. അങ്ങനെ കല്യാണവും കഴിഞ്ഞ് ഞങ്ങൾ ഇതേ വീട്ടിലെത്തി. അപ്പോൾ കല്യാണത്തിനെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അടുത്ത ആഴ്ചയിൽ ഒരു കല്യാണമുണ്ട്. പക്ഷെ അത് രാത്രിയില്ല കല്യാണം. അത് ഒട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും പോകണം. അപ്പം നോക്കട്ടെ, പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിലെ കല്യാണത്തിൻ്റെ കുറച്ചൊക്കെ കാണിച്ചു തരാൻ പറ്റും. കാണിച്ചു തരാം. ഇന്നത്തെ ഇവിടുത്തെ പെണ്ണ് എങ്ങനെയാണ് മഹാരാഷ്ട്രൻ സ്റ്റൈലിൽ ഒരുങ്ങുന്നതെന്നുള്ളതിൻ്റെ ഞാൻ ആ പെണ്ണച്ചിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ എടുത്തിടാം. അപ്പോൾ നിങ്ങൾ അത് നോക്കും. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബ്രൈഡ്സിൻ്റെ കൂട്ടല്ല, ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ബ്രൈഡ്സും പലരും പല രീതിയിലാണ് ഒരുങ്ങുന്നത്. ഇവിടുത്തെ മഹാരാഷ്ട്രൻ സ്റ്റൈലിലുള്ള പെൺകുട്ടികൾ ഒരുങ്ങുന്നത് ഇങ്ങനെയാണ്. അവർ ട്രഡീഷണൽ ആയിട്ടുള്ള, ഞാൻ നേരത്തെ ഒരു സാരി ഉടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇവരുടെ ഒരു ട്രഡീഷണൽ സാരി ഉടുക്കത്തില്ലേ, അത് നമുക്ക് സാരി ഉടുത്തിട്ട് ഒരുങ്ങുന്നവരുണ്ട്. അല്ല നമ്മളെ കണക്ക് നോർമൽ സാരി ഉടുത്തിട്ട് ഒരുങ്ങുന്നവരുണ്ട്. പിന്നെ അവർക്ക് മെയിനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സാധനം വെച്ച് കിട്ടും. അതാണ് മഹാരാഷ്ട്രൻ ബ്രൈഡിൻ്റെ മെയിനായിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ കല്യാണത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ വളരെയധികം സങ്കടത്തോടാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് നിങ്ങൾക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ ഈ ബ്ലൗസ് ഉണ്ട്, ഞാൻ സ്വന്തമായിട്ട് തയ്ച്ച് സ്വന്തമായിട്ട് വർക്ക് ചെയ്ത ബ്ലൗസാണ്. അതേ നോക്ക്, നിൻ്റെ അടുത്തൊന്ന് കാണിച്ചത് ഇങ്ങനെയാണ്. ഞാൻ ഈ ബ്ലൗസിനകത്ത് കയ്യിൽ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ വെച്ച്, പിന്നെ കഴുത്തിൻ്റെ ബാക്കിലും കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് തയ്ച്ച് സ്വന്തമായിട്ട് വർക്ക് ചെയ്ത ബ്ലൗസാണിത്. ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ വേറെ ബ്ലൗസും കൂടെ തയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്ലൗസിൻ്റെ കുറച്ച് ബാക്കൊക്കെ കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ബ്ലൗസ് ഞാൻ അതിനകത്ത് കാണിച്ചു തരാം. ഞാൻ ഈ ആരി വർക്ക് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇത് ഇങ്ങനെയുള്ള ഒരു വർക്കാണ്, പൂവും ഒക്കെ ആയിട്ടുള്ളത്. ബാക്ക് ഇങ്ങനെ, അങ്ങനെയാണ് ബ്ലൗസ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം എൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. എനിക്ക് തന്നെ അറിയാൻ വലുതായിട്ടുള്ളതൊന്നുമില്ല. എന്നാലും 2-3 ദിവസത്തേതായിട്ട് എടുത്താൽ ഞാൻ കല്യാണത്തിന് ആദ്യം തൊട്ടേ വളരെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്താൽ ആദ്യം തൊട്ടുള്ള വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീഡിയോസും എടുത്തത് എന്തായിപ്പോയി ജാരത്. ഞാൻ നിന്നോട് പറഞ്ഞതാ ഒന്ന് വീഡിയോ എടുത്തു തരാൻ. നീ എനിക്ക് വീഡിയോ എടുത്തു തന്നില്ലല്ലോ കുഞ്ഞ്. തിരക്ക് എന്തുവാ? നീ നേരത്തെ പോയതായിരുന്നു, നിനക്ക് വീഡിയോ എടുക്കാമായിരുന്നു പറ്റുമെങ്കിൽ. ജാരത് പോട്ടെ, സാരമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ബൈ ബൈ.